ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ പന്തൽ കെട്ടിയിരുന്നു. അപ്പോൾ അത് ഇച്ചിരി താത്തിയായിരുന്നു നിന്നിരുന്നത്. അപ്പോൾ അതൊന്ന് മാറ്റി നല്ല അടിപൊളിയാക്കി കെട്ടാനായിട്ട് ഞങ്ങളിവിടെ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ പണികൾ നടക്കാൻ വേണ്ടി മമ്മിയുണ്ട്, പിള്ളേരുണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ അതിഗംഭീരമായിട്ട് അതൊന്ന് കാണിച്ചു തരാം. കാരണം ഇത് പന്തൽ കുറച്ച് താന്നു പോയായിരുന്നു. ഉണ്ടോ, ഈ ചീരയും അതുപോലെ വെണ്ടയൊക്കെ കായ്ച്ചിട്ടുണ്ട്, തക്കാളിക്കൊക്കെ പൂവിട്ടു. അപ്പോൾ എല്ലാം ഒന്ന് മാറ്റി കെട്ടാമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്നപ്പോഴാണ് ഈ പൈപ്പ് ഇതൊന്ന് എക്സ്റ്റെൻഡും ചെയ്യണം. കാരണം ഇച്ചിരി പൊക്കിയിരുന്നു, അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നല്ല അടിപൊളിയാക്കി കെട്ടാനുള്ള പരിപാടിയിൽ. കാരണം താന്ന് നിൽക്കുമ്പം ഇത് വല്ലാണ്ട് ഇതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അന്നേരം എന്ത് ചെയ്തു, അതിനെ മൊത്തത്തിലൊന്ന് മാറ്റി അതിൻ്റെ ചെറിയൊരു പണി എടുക്കണം. കാരണം ഇത് വണ്ടയൊക്കെ വളർന്നു വരുവാണല്ലോ, അതുകൊണ്ട് ഇതിനെ മൊത്തത്തിലൊന്ന് മാറ്റാനുള്ള ചെറിയൊരു പണിയിലാണ് ഞങ്ങളുള്ളത്. അപ്പോൾ എല്ലാവരും കൂടെ അതിനെ മെല്ലെ മെല്ലെ തുന്നിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ സൈഡ് നമ്മൾ ഇടപെട്ട് തുന്നണം, അല്ലെങ്കിൽ വെച്ചാൽ ഭയങ്കര ഗ്യാപ്പ് വരുന്നുണ്ട്. കേട്ടോ, ഇതുപോലെ തുന്നി കൊടുത്തു. രണ്ട് സൈഡുകൾ കൂട്ടിച്ചേർത്തിട്ട് അങ്ങ് തുന്നി കൊടുത്തു. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് വലിച്ച്, അത് പഴയ ഷീറ്റാണ് നിൽക്കുന്നത്, അതിനെ പൊക്കി കെട്ടണം. അപ്പോൾ ഈ പുതിയ ഷീറ്റിനെ പൊക്കി കെട്ടി. അപ്പോൾ ഇതാ നമ്മളിത് ഇങ്ങനെ പൊക്കി കെട്ടി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നല്ല വൃത്തിയായി നമ്മുടെ പന്തലിൻ്റെ പണിയാൻ കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം രണ്ട് ഗുണമാണ് ഇതുകൊണ്ടുള്ളത്. ഒന്ന് എന്നാന്ന് വെച്ചാൽ നമ്മുടെ പെരയ്ക്ക് നല്ല തണുപ്പും കിട്ടുന്നുണ്ട്, രണ്ട് ചെടികൾക്ക് നല്ല വളർച്ചയുണ്ട്, ചെടികൾക്ക് ആവശ്യത്തിന് സൂര്യപ്രകാശം കിട്ടുന്നുണ്ട്, അതുപോലെ ചെടികൾക്ക് ആവശ്യത്തിന് വളരാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ചെറിയൊരു പണി ചെയ്തു വെച്ചു. നമ്മുടെ ഈ തക്കാളിക്കൊക്കെ ഇതുണ്ടോ, ഈ തക്കാളിക്കൊക്കെ ഒരു വള്ളി കെട്ടിക്കൊടുത്തു. കാരണം വെച്ചാൽ ഇത് നിലം ചേർന്ന് നിൽക്കുമ്പോൾ രണ്ട് കാരണങ്ങളാണ്. ഫംഗസുകൾ കൂടാൻ സാധ്യതയുണ്ട്, കേടുകൾ വരാൻ സാധ്യതയുണ്ട്. താഴെ ഞങ്ങൾ കോവലിൻ്റെ പന്തലിട്ടപ്പോൾ അതിൻ്റെ ഇതിൽ കയറ്റിയ ഇതിന് നല്ല വളർച്ചയുണ്ട്, അത് നന്നായിട്ട് കായ്ക്കുന്നുമുണ്ട്, കാരണം കേടില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, ഇതിനെ ഇങ്ങനെ പിരിച്ചും കെട്ടി. കണ്ടോ, ഇത് കായ്ച്ചിട്ടുണ്ട്, തക്കാളിയൊക്കെ കായ്ച്ചു തുടങ്ങി ചെറുപ്പത്തിലേ തന്നെ. വളം കൊണ്ടായിരിക്കും. കണ്ടോ, ഇതിൻ്റെ ചോട് കണ്ടോ, ചേർന്ന് നിൽക്കുന്നതനുസരിച്ച് ഫംഗസിൻ്റെ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഇങ്ങനത്തെ കുറച്ച് ട്രിക്കുകൾ ഇവിടുന്നൊക്കെ കിട്ടുന്ന ട്രിക്കുകളാട്ടോ, അതൊക്കെ നമ്മളൊന്ന് ജീവിതത്തിൽ പരീക്ഷിച്ച് നോക്കുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പന്തൽ നോക്ക് നല്ല അടിപൊളിയായി, നല്ല ഉഷാറായിട്ട്. ഇതിൻ്റെ അടി നിൽക്കാൻ തന്നെ നല്ലൊരു സുഖമാണ്. കാരണം ഒന്ന്, അത് മഞ്ഞ് വീഴുകയില്ല, രണ്ട് വെയിലിൻ്റെ പ്രശ്നമില്ല. അപ്പോൾ ഇത് ചെടികളൊക്കെ കായ്ച്ചു. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേരുന്നു. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.